1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയ വീടാണ്. ഇതിന് പുറകിലായിട്ടാണ് ആട് ഫാം സ്ഥിതി ചെയ്യുന്നത്. ഈ പറമ്പ് 2 ഏക്കർ 57 സെൻറ്റാണ്. 200-ലധികം തേക്ക് മഹാഗണിയായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില മരങ്ങൾ 60-70 ഇഞ്ചിൽ കൂടുതൽ വലിപ്പം വന്നിട്ടുണ്ട്. ഇതുപോലെ പറമ്പിന് 4 അതിരിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 300-ലധികം ആടുകളുള്ള ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആട് ഫാമാണിത്. ഏകദേശം ഒരു 450 റബ്ബർ മരത്തോളം ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ മരം പോകാത്ത രീതിയിലാണ് ഇവിടെ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. റബ്ബർ നിൽക്കുന്നതുകൊണ്ട് ആടിന് നല്ലൊരു കാലാവസ്ഥ ഇതിനുള്ളിൽ ലഭ്യമാണ്. സ്റ്റോൾ ഫീഡ് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ള ഒരു ആട് ഫാമാണിത്. അതുകൊണ്ട് തന്നെ ഇൻബ്രീഡിങ്ങോ മറ്റുള്ള സാധാരണ ഫാമുകളിൽ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇതിൽ ഓരോ ഗ്രൂപ്പുകളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് കുട്ടികളുടെ വളർച്ച അതല്ലാന്നുണ്ടെങ്കിൽ പ്രസവം ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഇപ്പോൾ ഒരേ കൂട്ടിൽ ഉള്ളതെല്ലാം ഒരേ പ്രായത്തിൽ ഒരേ ടൈപ്പിലുള്ള ആടുകളാണ്. ഇപ്പോൾ കുട്ടികളുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാം കുട്ടികളുള്ളതായിരിക്കും, ചെനയുള്ളതാണെങ്കിൽ എല്ലാം ചെനയുള്ളതായിരിക്കും. അപ്പോൾ ഒരു 3 മാസമാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് കുട്ടികളെ ഇതിനെ പിരിച്ചു മാറ്റും. അപ്പോൾ ഓരോ പ്രായത്തിലുള്ള ആടുകൾക്കും ഓരോ ഗ്രൂപ്പുകൾക്കും കൊടുക്കുന്ന തീറ്റകളും ബാക്കി കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ദിവസത്തിൽ 3 പ്രാവശ്യമാണ് ഇവർക്ക് ആഹാരം കൊടുക്കുന്നത്. ഇപ്പോൾ ഉച്ചസമയത്ത് ആഹാരം കഴിഞ്ഞുള്ള വിശ്രമത്തിലാണ്. ശരിയായ വിശ്രമം ശരിയായ ആഹാരം ഉണ്ടെങ്കിൽ ശരിയായ വളർച്ച ഉണ്ടാകുള്ളൂ. ഇത് നമ്മുടെ മെയിൽ ബ്രീഡ്സിനെ കീപ്പ് ചെയ്യുന്ന കേജ് യൂണിറ്റാണ്. ഇവിടെ നമുക്ക് പർബത്സാരി, ബീറ്റൽ തുടങ്ങിയ ബ്രീഡുകളുണ്ട്. അതിൽ വലിയ പർബത്സാരി ഏകദേശം 90-100 കിലോത്തിനടക്കം ശരീര വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൽ ബ്രീഡ്സ് എല്ലാം പ്യുവർ ബ്രീഡ്സാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. അങ്ങനെ മലബാറി നാടൻ ക്രോസിനെ ബ്രീഡ് ചെയ്തിട്ട് നമ്മൾ ബ്രീഡുകൾ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ നല്ല പ്രതിരോധശേഷിയുള്ള നാടൻ ബ്രീഡുകളിൽ നിന്ന് ഉരിയിച്ചെടുത്ത നല്ല പുതിയ തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു 3ാമത്തെ തലമുറയൊക്കെ വരുമ്പോൾ ഒരു 12 മുതൽ 16 കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും. അതായത് നാടനാണെന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് തന്നെ 8 മുതൽ 10 കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടെ മാനൂവറും യൂറിനും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ കൂടുകളുടെ അടിയിൽ ഗ്രീൻ നെറ്റ്സാണ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ മാനൂവർ കറക്റ്റായിട്ട് ആ ഗ്രീൻ നെറ്റിൽ വന്ന് നിൽക്കുക, മൂത്രം താഴെ ഒഴുകി അവിടെയുള്ള ഡ്രെയിനേജ് വഴി കറക്റ്റ് ഒരു ടാങ്കിൽ കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് കാരണം യാതൊരു സ്മെല്ലോ മണോ ഇല്ല എന്ന് മാത്രമല്ല, നമുക്കിതിൻ്റെ മാനൂവർ കളക്ഷൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ സെൻറ്ററിലുള്ള കയർ അഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മാനൂവറും നടുക്കേലിക്കായിട്ട് വരും. ഒന്ന് കുടഞ്ഞ് പതുക്കാനേ നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് നമ്മുടെ മാനൂവർ ഉണക്കുന്ന ഷെഡാണ്. നമുക്കൊരു ചാക്ക് മാനൂവറിൻ്റെ ആട്ടുംകാട്ടത്തിന് ഒരു 250 രൂപയോടത്തോളം വിലയുണ്ട്. നമുക്ക് 300 ആടിൽ നിന്നായിട്ട് ഏകദേശം 100 ചില്ലാൻ ചാക്ക് ആട്ടുംകാട്ടം നമുക്ക് ഒരു മാസം കിട്ടും. ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാനായിട്ട് പറ്റാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ. വിൽക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. കൂടാതെ നമ്മൾ ഇത് ഉണക്കിയിട്ട് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി പാക്കറ്റിന് അടുത്തുള്ള നഴ്സറികളിലും പച്ചക്കറി കൃഷിക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. മൂത്രം വിറ്റ് കഴിഞ്ഞാലും നമുക്ക് 1 ലിറ്ററിന് 55 രൂപയോടത്തോളം വരുമാനമുണ്ട്. ഇപ്പം 300 ആടുകളുള്ള ഒരു ഈ യൂണിറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം 2 ലക്ഷത്തിനടക്കം വരുമാനമുണ്ട്. ഒരു 40,000 രൂപയോടത്തോളം ആടിൻ്റെ കാട്ടം നമുക്കൊരു മാസം വരുമാനമുണ്ട്. അതുകൂടാതെ ഒരു 15 ലിറ്ററോടത്തോളം പാല് നമുക്കിവിടെ ചിലവുണ്ട്. 1 ലിറ്ററിന് 120 രൂപയ്ക്കാണ് നമ്മൾ പാല് വിൽക്കുന്നത്. ഈ പറമ്പിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു കിണറും 2 കുളവും താഴെയായുണ്ട്. ഇത് 400 സ്ക്വയർ ഫീറ്റുള്ള ലേബേഴ്സ് ക്വാർട്ടേഴ്സാണ്. അതിനോടനുബന്ധിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റാണത്. ഇതിപ്പോൾ 2 വർഷമായി ഒരു 100 ആടിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഫാമാണിത്. ഇപ്പോൾ 300-ലധികം ആടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പിറകിലായിട്ട് ഇപ്പോൾ നമ്മൾ അടുത്ത എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു 500 ആടുള്ള ഒരു ഫാമായിട്ട് കൂട്ടാനായിട്ട്.